ഇലക്ഷൻ ഇവിടെ തീ പാറുന്ന പോരാട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ചൂടും ഇലക്ഷൻ്റെ ചൂടും എല്ലാം കൂടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ തന്നെ വിജയിക്കും എന്ന് പറയാനായിട്ട് ഉറപ്പൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവരും മോശക്കാരൊന്നുമല്ല. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടിയുടെ പഴക്കം വെച്ചിട്ട് ക്ഷേമനിധി പൈസ അടച്ചെങ്കിലും ടെസ്റ്റ് നടത്താൻ പറ്റും. 10,000 രൂപ 12,000 രൂപയൊക്കെ അടച്ചെങ്കിലും ഇതിൻ്റെ വണ്ടിയുടെ ടെസ്റ്റ് നടത്താൻ പറ്റും. നമസ്കാരം. ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നിലവിലെ MLA ആയ PP ചിത്തരഞ്ജനാണ് LDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് MD തോമസ് ആണ്. NDA സ്ഥാനാർത്ഥി MJ ജോബുമാണ്. ഇത്തവണ ഈ മണ്ഡലം ശക്തമായ അട്ടിമറിയിലൂടെ വിജയസാധ്യതയാണ് UDF കണക്ക് കൂട്ടുന്നത്. എന്നാൽ LDF പറയുന്നത് ഈ മണ്ഡലം തങ്ങളുടെ മണ്ണാണ്, തങ്ങൾക്കുള്ളതാണെന്ന് പറയുന്നു. എന്നാൽ ശക്തമായ മുന്നേറ്റവുമായി NDAയും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ആളുകളൊക്കെ തന്നെ ഉള്ളത്. നമുക്ക് ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് തന്നെ ചോദിക്കാം, ആരുടെ ഭാഗത്താണ് വിജയമെന്ന, എങ്ങനെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ എത്രത്തോളം എത്തിയെന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ നാട്ടിലെ വോട്ടർമാരോട് തന്നെ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ് ഇലക്ഷൻ്റെ ചൂടായോ? ഇലക്ഷൻ ഇവിടെ തീ പാറുന്ന പോരാട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിലെ ചൂടും ഇലക്ഷൻ്റെ ചൂടും എല്ലാം കൂടി തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഈ സാഹചര്യത്തിൽ നമുക്ക് ചിത്തരഞ്ജൻ സഖാവാണ് നമ്മുടെ നാടിന് പ്രയോജനപ്പെടുന്ന, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന, സാധാരണക്കാരന് പ്രയോജനപ്പെടുന്ന ഒരു ജനകീയ MLA. അത് ഇനിയും തുടരും എന്നാണ് സാധാരണക്കാരായ തൊഴിലാളി വർഗവും മധ്യവർഗവും ആഗ്രഹിക്കുകയും. അപ്പം MLA വിജയം നേടുന്ന ഉറപ്പാണ്. ഷുവർ. എതിരില്ലാതെ തിരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ചിത്തരഞ്ജൻ സഖാവും LDFും പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളോടൊക്കെ ഇടപെടുന്ന രീതിയൊക്കെ എങ്ങനെയാണ് ഇവിടെ കാണാറുണ്ടോ? നിങ്ങൾ പരിചയമുണ്ടോ നേരിട്ട്? ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് സഖാവിൻ്റെ വീട്. തികച്ചും വളരെ ലാളിത്യത്തോടുകൂടി എല്ലാവരോടും ഇടപഴകുന്ന ഒരു സാധാരണക്കാരനായ ജനകീയ MLA. അതാണ് ഞങ്ങളുടെ ചിത്തരഞ്ജൻ സഖാവ്. ശരിക്കും എങ്ങനെയാണ്, എന്താ പറയുക, ഇവിടെ MLA തന്നെയാണോ വിജയിക്കുന്നത്, അതോ ആരുടെ ഭാഗത്തായിരിക്കും? MLA തന്നെ വിജയിക്കും എന്ന് പറയാനായിട്ട് ഉറപ്പൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുന്നവരും മോശക്കാരൊന്നുമല്ല. ഇപ്പോൾ AD തോമസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ വരികയും കഴിഞ്ഞ പിണറായി വിജയൻ നയിച്ച ഒരു ജാഥ പോയപ്പോൾ ജനരാഷ്ട്രീയത്തിലൂടെ വെച്ച് ഒരുപാട് മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു ചെറുപ്പക്കാരനാണ്. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി എന്ന് പറയുന്ന വ്യക്തി മുൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും അദ്ദേഹത്തിനും ഇവിടുത്തെ ഈ നാടിൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാം. MJ ജോബ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്കും അറിയാം. അപ്പോൾ അദ്ദേഹവും ഇവിടെ മത്സര രംഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വോട്ട് എങ്ങോട്ടൊക്കെ വീഴുമെന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ പൊതുസ്വഭാവം മുൻപ് കാലങ്ങളിലേക്ക് ഓർക്കുന്നുണ്ടോ? പൊതുസ്വഭാവം ഇടതുപക്ഷത്തോട് താല്പര്യം കാണിക്കുന്നൊരു മണ്ഡലമാണ്. പക്ഷേ ഇടതുപക്ഷത്തെ എല്ലാ കാലവും ജയിപ്പിക്കില്ല എന്നുള്ളതിനൊരു തെളിവാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന VSൻ്റെ പരാജയം. കാരണം മാരാരിക്കുളത്തിൻ്റെ ഭാഗമായിട്ടുള്ള 4 പഞ്ചായത്ത് കൂടി ഇപ്പോഴും ഈ മണ്ഡലത്തിനോടൊപ്പം ഉണ്ട്. അപ്പം അതൊരിക്കലും നമുക്ക് പറയുന്ന കാര്യം VS തോറ്റൊരു മണ്ണാണ്. അപ്പോൾ നമുക്ക് ജനത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ജനം എന്ത് വിധി എഴുതും എന്നുള്ളത് നമുക്ക് മെയ് 4-ാം തീയതി മാത്രമേ പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ആലപ്പുഴ അത്രയ്ക്കും ആകാംക്ഷയോടെയാണ് അല്ലേ? ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യം. ആലപ്പുഴ ചുമന്ന മണ്ണ് തന്നെയാണല്ലേ എന്നും. ചിത്തരഞ്ജൻ സഖാവ് സമ്പൂർണ്ണ വിജയത്തിലേക്ക് വരുന്നതിനകത്ത് യാതൊരു തർക്കമില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേമനിധിയുടെ ഒരു വിഷയമുണ്ട്. അതായത് മുമ്പ് നമുക്ക് ക്ഷേമനിധി നിർബന്ധമല്ലായിരുന്നു, നമുക്ക് വണ്ടിയുടെ ടെസ്റ്റ് നടത്താമായിരുന്നു. ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടിയുടെ പഴക്കം വെച്ചിട്ട് ക്ഷേമനിധി പൈസ അടച്ചെങ്കിലും ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. 10,000 രൂപ 12,000 രൂപയൊക്കെ അടച്ചെങ്കിലും ഇതിൻ്റെ വണ്ടിയുടെ ടെസ്റ്റ് നടത്താൻ പറ്റുള്ളൂ. അതിപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ്. നമ്മൾ CIT യൂണിയനിലാണ്, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്കും അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം, പല ഓട്ടോറിക്ഷകളും കയറി കിടക്കുകയാണ്, ടെസ്റ്റ് നടത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ ജയിക്കുന്നത് ഇടതുപക്ഷമായിരിക്കും. കാര്യം ഇടതുപക്ഷത്തിൻ്റെ മണ്ണാണ്. ചിത്തരഞ്ജൻ സഖാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷേ നമ്മുടെ വേദനകൾ നമ്മൾ
അറിയിക്കുകയാണ്. അത് മനസ്സിലാക്കണം ആളുകൾ. അതാണ് അത് ജനപ്രതിനിധികൾ അറിയണം, അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നുള്ളതാണ് നമുക്ക് പറയാൻ. ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് മാറ്റം വരുത്തണം. മാറ്റം ഉണ്ടാകണം. കാരണം ഞങ്ങളെപ്പോലുള്ളവർക്ക് തുച്ഛമായ വരുമാനമാണ് ഓടി കിട്ടുന്നത്. പകലെന്തുകളും പണിയെടുത്താൽ കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ്. ആ വരുമാനത്തിൽ ഇപ്പോൾ ടെസ്റ്റ് നടത്താൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ 10 വർഷത്തിന് മുമ്പുള്ള ടാക്സ് പിന്നെ ക്ഷേമനിധി അടച്ചെങ്കിലേ ടെസ്റ്റ് നടത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? അതൊരു വലിയ പ്രശ്നമാണ്. ആര് ജയിക്കും? ആർക്കാണ് സാധ്യതയുള്ളത്? പറയട്ടെ. ആണോ? രണ്ടുപേരും LDF ഉം UDF. ഇവിടുത്തെ ഇലക്ഷൻ ചൂടൊക്കെ നല്ലപോലെ ഭരിക്കുന്നവരുടെ കയ്യിൽ ഭരണം കിട്ടട്ടെ, ഇത്രേ പറയാനുള്ളൂ. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ആരാണ്? അത് തന്നെ. അപ്പൊ LDF ജയിക്കും. നിലവിലെ MLA ഇവിടുത്തെ ചിത്തരഞ്ജൻ. അതിപ്പോഴും ഇത്തരം തന്നെയാണ്. അപ്പൊ LDF തന്നെ വരുമെന്നാണ് അമ്മ പറയുന്നത്. ഞങ്ങളും അതാ പറയുന്നത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെ നല്ലതായിട്ട് പോകും. ആര് ജയിക്കുമെന്ന് അറിയാമോ? ആര് നല്ലവണ്ണം നിൽക്കുന്നോ അവർ ജയിക്കും. ഈ LDF-ന്റെയും UDF-ന്റെയും NDA-യുടെ ഒക്കെ പ്രചരണമൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ലാതെ പോകുന്നു. അവരൊരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു. നല്ല വെയിലുമുണ്ട്, ചൂടുണ്ട്, ഭയങ്കര ചൂടാണ്. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പോകും. ഞങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും, ഞങ്ങൾ അങ്ങനെ പോകും.